ഈ കാണുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ. ഈ ശംഖുപുഷ്പം ഇവിടെ ഒരു വീട്ടമ്മ വളർത്തണമാണ്. ശംഖുപുഷ്പം ഇവിടെ വളർത്തുന്നതിന് പ്രത്യേക കാരണമുണ്ട്. സോപ്പ് ഉണ്ടാക്കാനും ഫേസ് വാഷ് ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ്. ഇത് ഉണ്ടാക്കുന്ന വീട്ടമ്മയാണത്. ഈ കാണുന്നതാണ്. ചേച്ചിയുടെ പേരെന്താ? ഷീജ. ചേച്ചി. അപ്പോൾ ചേച്ചി എന്താ ഈ ശംഖുപുഷ്പം വളർത്തിയിരിക്കണേ? ശംഖുപുഷ്പം വളർത്തുന്നത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫേസ് വാഷ്, ഷാംപൂ, പിന്നെ എണ്ണ, തലയിൽ പുരട്ടാനായിട്ട് എണ്ണ, ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കണേ? നമ്മളിത് ഉണക്കി പൊടിച്ച് തണലത്തിട്ട് ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർക്കണത്. നമുക്കിത് ശരിക്കും ഒരു മെഡിസിനൽ പർപ്പസ് ആണ്. മെഡിസിനൽ പർപ്പസ് ആണ്. ശരിക്കും രക്തശുദ്ധിക്ക് നല്ലതാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയണത്. നമ്മളതാരണമാണ് ഈ നീലച്ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ശംഖുപുഷ്പം ഉപയോഗിക്കുന്നത്. ഇത് നമ്മള് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ? നമുക്ക് വേറെ ഉണ്ടോ? വേറെ അവിടെ നട്ടിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു മാസം എത്രത്തോളം പൂ കിട്ടും? ഒരു മാസമല്ല, നമ്മൾ ദിവസം കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കി വെക്കാണ്. വാടി പോവും. അപ്പൊ അന്നു തന്നെ പറിക്കും. ഉണക്കി തണലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കഴിയുമ്പോ അതിന്റെ ഫലം കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തണലത്ത് ഉണക്കിയിട്ട് അത് ഒരുപാട് ആവുമ്പോ നമ്മൾ ഒരുമിച്ച് മിക്സിയിൽ പൊടിച്ചിട്ട് എടുക്കും. പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർക്കണത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ സോപ്പ് കാണാൻ പറ്റുമോ? കാണാം. അപ്പോൾ ഈ ചേച്ചി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഇതൊക്കെ കേട്ടോ. നമുക്ക് ചേച്ചി എടുത്ത് ചോദിക്കാം, എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്? നമ്മൾ പലതരത്തിലുള്ള സോപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാത്തിനും ശംഖുപുഷ്പം ഉണ്ടോ? ഇല്ല. ശംഖുപുഷ്പത്തിന് മാത്രമായിട്ട് സോപ്പ്. ശംഖുപുഷ്പത്തിന്റെ ഇതിലേതാണ്? ശംഖുപുഷ്പത്തിന്റെ സോപ്പാണിത്. ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചേ. ശംഖുപുഷ്പത്തിന്റെ സോപ്പാണല്ലേ ഈ കാണാണ്. അതിന് ബാക്ക് ഒന്ന് കാണിച്ചു. സ്മെല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലേ. നല്ല സ്മെല്ല്. നമുക്ക് ഒരു നല്ലൊരു സോപ്പ് വാങ്ങണേ ആ റേറ്റ് ആവുന്നുള്ളൂ അല്ലേ? ആ റേറ്റ് ആവുന്നുള്ളൂ. ഇതിപ്പോ ഏത് ബ്രാൻഡ്? അങ്ങനെയുള്ള ബ്രാൻഡ് ഇല്ല. നമ്മൾ ദേവഗംഗ എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊഡക്റ്റ് നെയിമിലാണ് ഇത് ചെയ്യുന്നത്. ദേവഗംഗ. അതാണ് ഇത് നമുക്ക് 8 മാസം വരെ ഉപയോഗിക്കാം. 8 മാസം വരെ. അത്യാവശ്യം നല്ലൊരു നമ്മൾ സൾഫേറ്റ് ഫ്രീ, പാരഗൺ ഫ്രീ ഉള്ള സോപ്പ് ബേസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കെമിക്കലൊന്നും ചേർക്കണില്ല, പ്രിസർവേറ്റീവ് ചേർക്കില്ല. കെമിക്കൽ ഉപയോഗിക്കില്ല. അടിപൊളി. വേറെ എന്തൊക്കെ വെറൈറ്റി ഉണ്ട്? വേറെ ഇത് ഗോഡ് മിൽക്കിന്റെ സോപ്പാണ്. അതിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ, ആര്യവേപ്പ്, ഗോഡ് മിൽക്ക് സോപ്പ് ബേസിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ, ആര്യവേപ്പ്, പനിക്കൂർക്ക, തുളസി എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കണ സോപ്പ്. കുട്ടികൾക്ക് നല്ല എഴുതിയിട്ടുണ്ട്. 50. എല്ലാ സോപ്പിനും റേറ്റ് 50 തന്നെയാണ്. ഒറ്റ റേറ്റ് ആണ്. അത് കസ്തൂരി മഞ്ഞൾ മാത്രമായിട്ട് ഉണ്ടാക്കിയ സോപ്പാണ്. ഗോഡ് മിൽക്കിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നീം മാത്രമായിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. ബ്ലാക്ക് കളർ. നമ്മൾ നീം, ആര്യവേപ്പിന്റെ ഇല ഇതുപോലെ തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ചേർക്കണതാണ്. ഇല്ല. നമ്മള് DTDC വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും. നമ്മൾ ബോംബെക്കൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതിന്റെ റേറ്റ് കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. റേറ്റ് നമ്മൾ കൊറിയർ ചാർജ് എത്രയാന്ന് കൂടി ആഡ് ചെയ്ത്. അപ്പൊ വാങ്ങിക്കുന്നവർക്ക് ഒരു 4-5 എണ്ണമൊക്കെ ഒരുമിച്ച് വാങ്ങിച്ച് അങ്ങനെയാണ് എല്ലാവരും വാങ്ങണേ. കാരണം ഷാംപൂ, ഫേസ് വാഷ് എല്ലാം ഒരുമിച്ചാണ് വാങ്ങണത്. സോപ്പ് മാത്രമല്ല. ഇത് അലോവേരയുടെ സോപ്പാണ്. അലോവേരയാണ്. നമ്മള് അലോവേരയുടെ ജെല്ലെടുത്തിട്ട് നമ്മള് അതില് ചേർത്തുണ്ടാക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. നമ്മള് പുറത്തൊന്നും ഒന്നും വാങ്ങണില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ ചൊറിച്ചിലെ പ്രശ്നങ്ങളെ എല്ലാം മാറുന്നുണ്ട്. ഇതിപ്പോ എത്ര നാളായിട്ടാണ് നമുക്ക് ഇതിങ്ങനെ? നമ്മളിപ്പോ 6 മാസമായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. 6 മാസമായിട്ട് നല്ല സെയിലുണ്ട്. നല്ല സെയിലുണ്ട്. കാരണം എല്ലാവരും ഇപ്പൊ പറയണ ഞങ്ങള് പുറത്തുനിന്നുള്ള സോപ്പ് വാങ്ങല് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ഇത് വാങ്ങിച്ചു തുടങ്ങിയപ്പോ പുറത്തുനിന്നുള്ള സോപ്പ് ബേസ് ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ ഓർഡർ ഉള്ളതാണ്. ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. റൂറൽ സോപ്പ് അല്ലാതെ വേറെ എന്താ ഉള്ളത്? സോപ്പ് ഇത് പപ്പായയുടെ ഒറിജിനൽ പപ്പായയുടെ ജെല്ലാണ്. അത് നമ്മള് അതിൽ കെമിക്കല്, പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണിന്റെ ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും.
അല്ല ഇതാ നല്ലത് അല്ലേ? ഒറിജിനൽ പപ്പായാണ്, നമ്മുടെ റെഡ് ലേഡി പപ്പായയുടെ ആണ്. നമ്മൾ നട്ട പപ്പായയാണ് ജെല്ലാക്കുന്നത്. അതിന്റെ തന്നെ സോപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ സോപ്പ് തീർന്നിരിക്കുകയാണ്. ഇപ്പൊ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട്, ഓറഞ്ച്, ക്യാരറ്റ് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ഉണക്കി പൊടിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച്, ക്യാരറ്റ്, പിന്നെ പലതരത്തിലുള്ള ഏത് സോപ്പ് പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വേണ്ടത് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം 50 രൂപയാണ്. ഇത് ശംഖുപുഷ്പത്തിന്റെ ഫേസ് ജെല്ലാണ്. അത് നമ്മൾ നൈറ്റ് ക്രീം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മൾ ഫേസ് വാഷ്, ശംഖുപുഷ്പത്തിന്റെ ഫേസ് വാഷ് വെച്ച് മുഖം കഴുകിയിട്ട് ആ ക്രീം രാത്രി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല എഫക്റ്റ് ആണ് എല്ലാ മുഖത്തിന് വരുന്നത്. ഫേസ് വാഷ് നമ്മൾ ശംഖുപുഷ്പം ഉണക്കി പൊടിച്ച് ചേർത്തേക്കുന്നതാണ് ആ ഫേസ് വാഷില്. അത് ഷാമ്പു, ഫേസ് ഷാമ്പു ആണ്. ഇത് നമ്മൾ അലോവരയും ശംഖുപുഷ്പവും ഒക്കെ ചേർത്തിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കിക്കുന്നതാണ്. ഇത് ചെമ്പരത്തി, ശിക്കക്കായ്, നെല്ലിക്ക എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഷാമ്പു ആണ്. താരനൊക്കെ പോവാൻ ബെസ്റ്റാണ്. ബെസ്റ്റ് സാധനം. ഒരുപാട് പോണതാണ് നമുക്ക് ഈ ഷാമ്പു. നമ്മൾ ചെമ്പരത്തി ഉണക്കി പൊടിച്ചുണ്ടാക്കണതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനപ്പോ ചേച്ചിനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹെൽപ്പ് ചെയ്യണത് സാധനങ്ങൾ ഇപ്പോ നമുക്ക് ബേസ് ഒക്കെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് തരും. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. ഒരു വീട്ടമ്മയ്ക്ക് ഇതൊരു സൈഡല്ല, നല്ലൊരു വരുമാന മാർഗമാണ്. മെയിനാകാം. നമ്മൾ മാർക്കറ്റ് കണ്ടെത്തിയാൽ നല്ല വരുമാന മാർഗമാണ്. ഇപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ, ലൊക്കേഷൻ ഇതൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കാണുന്ന ആളുകൾ ഇത് വാങ്ങിക്കും. കാരണം ഒരുപാട് ആളുകൾക്ക് നാച്ചുറൽ സോപ്പ് വേണമെന്ന ആഗ്രഹമുണ്ട്. എന്തായാലും ഇത് 50 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല അല്ലേ? 50 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. ഇത് നെടുമ്പാശ്ശേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ കുന്നുകര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വയൽക്കര ഭാഗത്തേക്ക് വരണം. അപ്പൊ എന്തായാലും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. പിന്നെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഈ ഒരു ബിസിനസ് ചെറുതല്ല, വലുതായിക്കട്ടെ, ഇനിയും വലുതായി വരട്ടെ. അപ്പോൾ ഈ ബിസിനസ് ഇനിയും വളർന്നു വരട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ കേട്ടോ. താങ്ക് യു.